അവനത് പഠിച്ചത്. ദൂരെ ദൂരെ ആളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയൊക്കെ നടന്നിട്ടുണ്ട്. ഈ മുക്കിലൊന്നും ആരെയും കാണുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലടി. വാദവിരിപ്പായിരുന്നു. ആയിരുന്നു. രാജൻ ബാബു എന്നാണ് അവന്റെ പേര്. ഈ രാജൻ ബാബു എങ്ങനെയാണ് ഈ മുരാരി ബാബു വലിയ ജോത്സ്യനായി മാറി എന്നുള്ളതാണ് ആളുകൾക്ക് അറിയാൻ. അത് ജോത്സ്യം പഠിക്കാൻ പോയതവൻ കടയ്ക്കലങ്ങാണ്ട്. ആന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത്. ഇവിടെ തന്നെ ജനിച്ചു, ഇവിടെ തന്നെ പഠിച്ചു. അവന്റെ വീട്, അവന്റെ കുടുംബ വീട്. അതാ വീട്, ഇവിടെ തന്നെ വീട്. അവന്റെ കുടുംബ വീടാ ആദ്യം കാണുന്നത്. ആ കടയും അതെല്ലാം അവന്റെ കുടുംബ വീട്. അവരച്ഛൻ്റെ ഉള്ളപ്പോഴേ ഉള്ള വീട്. പിന്നെ അത് കഴിഞ്ഞ് അവനിപ്പോൾ ഒരു വീട് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറക്ക് ഇപ്പം ഈ ജോത്സ്യം തുടങ്ങിയതിന് ശേഷം ചെയ്തത്. പിന്നെ അതിനൊക്കണം വസ്തുവും ഒന്നും വാങ്ങിച്ചിട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരിച്ചിരി സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തുവാ റോഡ് സൈഡ്. അന്ന് ഓട്ടോയോ സ്വന്തമായിട്ട് 3-4 ഓട്ടോ ഉണ്ടായിരുന്നു. അത് വണ്ടി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടി കച്ചവടം, വണ്ടി എടുക്കുന്നു, മറുവിലയ്ക്ക് വിൽക്കുന്നു, അങ്ങനെയുള്ള കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഓടാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും ഒന്നും ഓടാൻ ചോദിച്ചാൽ അത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ കടയ്ക്കക്കാരി ഒരു ആരുമായിട്ട് അവരുമായിട്ടൊരു സഹകരണം വെച്ചാൽ അവനത് പഠിച്ചത്. അവരുമായിട്ട് ഇത് പഠിച്ച് പിന്നെ അവനെ ഇത് വേറെ എവിടെങ്കിലും പോയി പഠിച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആയിരുന്നെന്ന് പറയുന്നു. അവിടെ ഇട്ടായിരുന്നു ദിവസം, അവിടെ നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു പറയുന്നു. എനിക്കതേ പറ്റിയൊന്നും അറിഞ്ഞൂടാ. കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവനിവിടെ ജോയിസം നോട്ടം ആയിരിക്കാം, ഒന്നും പോകുന്നില്ല. പിന്നെ അവൻ ഗൾഫിൽ പോയി. ഒരു 3 വർഷം 2-3 വർഷം അവൻ ഗൾഫിൽ പോയി. വന്ന് 2 കൊല്ലം 1 കൊല്ലമൊക്കെ നിന്നേച്ച് അവൻ തിരിച്ചു വരും. പിന്നെ ഗൾഫിൽ അവന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം ഇതായി പേര് കേട്ടതിന് ശേഷമാണ് ഇവിടെ വന്നിരുന്നത്. നാട്ടിലിടുന്നെന്ന് പറയും അവരുടെ വീട്ടിൽ തന്നെ ഇട്ടത്. ഇട്ടിട്ട് അവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം വേറെ ആക്കളെ. ആ ഫ്രണ്ടിൽ കിടക്കുന്നത് അതിവിടെ പിന്നെ ഒരു മലയാളിയുടെ അപ്പുറം ഇപ്പുറം ഉണ്ടായതുകൊണ്ട് റോഡ് മുറിഞ്ഞു പോയോണ്ട് ഇച്ചിരി സ്ഥലം അവിടെ വണ്ടി കൊണ്ടുവന്ന് പാക്ക് ചെയ്യും. ആളുകൾ വന്ന് നോക്കുന്നു, പോകുന്നു. നമുക്കാർക്കും ഒരു ശല്യവും ഇല്ല. പിന്നെ അങ്ങനെ വരുന്നു, പോകുന്നു, നോക്കുന്നവരുണ്ട്. പിന്നെ പല ആൾക്കാരും ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതേ പറ്റിയൊന്നും അറിഞ്ഞൂടാ. അല്ലല്ല, പുറത്തുനിന്ന് വരുന്ന ആൾ, ദൂരെ ദൂരെ ആളുകളാണ് വരുന്നത്. ഗുരുവായൂന്ന് അങ്ങനെ ദൂരെ ദൂരെയുള്ള ആളുകളാണ് വരുന്നത്. അല്ല, നമ്മൾ അവനെ വിളിക്കുന്ന മുരാരി അന്നും വിളിക്കുന്ന അവരച്ഛന് ഇരട്ടപ്പേരിട്ടതാ. അന്നേ മുരാരി എന്ന് വിളിക്കുക. അവരന്ന് മുതൽ ഞങ്ങൾ അവനെ അറിയപ്പെടുന്ന മുരാരി. അത് പണ്ട് മുതൽ അല്ലല്ലല്ല, അതിന് മുമ്പേ ഉള്ള പേരാ. പിന്നെ അവനെ ജോയിസം മുരാരിന്ന് തന്ത്രിന്നും അതും ഇതൊക്കെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് മുതൽ മുരാരി എന്നാ വിളിക്കുന്നത്. അത് ഇന്നും രാജൻ ബാബു എന്നുള്ളത് അങ്ങനെ ഈ സ്കൂളിലെ അഡ്രസ്സേ ഉള്ളൂ. അല്ലാതെ അറിയപ്പെടുന്നതല്ല ഇങ്ങനെ മുരാരിന. അല്ലാതൊന്നും ഇങ്ങനെ ജോയിസം വരുന്ന നോക്കുന്നവരുണ്ട്, പോകുന്നവരുണ്ട്. പിന്നെ കടയിൽ വന്ന് വെള്ളം കുടിക്കുന്നവരുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പറയും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തീർത്തുള്ള വിവരങ്ങളൊന്നും എനിക്കറിയാം. വണ്ടികളൊക്കെ വരും, വണ്ടികൾ വരും, നോക്കുന്നു. രാത്രി വരുന്നവർക്ക് രാവിലെ നോക്കി വിടാനാ. രാവിലെ ദൂരെയൊക്കെ ഉള്ള ആൾക്കാർ വന്നാൽ രാവിലെ അവർക്ക് പെട്ടെന്ന് ഓടി എത്താനൊക്കത്തില്ലല്ലോ. അവരുടെ വീട്ടിൽ തന്നെ തന്നു. രാത്രി നോക്കത്തില്ല, രാവിലെ 9 മണി പോലെ നോക്കത്തുള്ളൂ. അതുകൊണ്ടെന്ന് പറയുന്നു മോനെ, എനിക്കറിയത്തില്ല. ഇപ്പറായോണ്ട് ഈ മതിലൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയാക്കത്തില്ല. നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. നമ്മളറിയാത്ത കാര്യം, നമ്മൾ കാണാത്തയും കേൾക്കാത്തയും കാര്യം പറയാനൊക്കത്തില്ലല്ലോ. അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. അടുത്ത ഇവിടെ പെരുങ്കുളത്തുനിന്ന് അടുത്ത കല്യാണം കഴിച്ചത്. ഒരു മോളേ ഉള്ളൂ. അതൊക്കെ ഉണ്ട്, അതുണ്ടായിരുന്നു. കേസും മഴുകുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന രാത്രി 8 മണിക്കാണ്. അപ്പോൾ ഇവിടെ രാവിലെ വൈകിട്ട് ഞാൻ കട തുറന്നു കൂട്ടിയിരുന്നു. ഞങ്ങളെപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഈ മുക്കിലൊന്നും ആരെയും കാണുന്നില്ല. ഞാൻ അന്നേരം എവളോട് പറഞ്ഞു, ഈ മുക്കിലുള്ളവരെല്ലാം എവിടെ പോയി? എനിക്കറിയത്തില്ലല്ലോ. എൻ്റെ മൂത്ത മോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ മുരാരിയുടെ അങ്ങെന്തോ അമ്മേ നടക്കുന്നതെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാടി എന്തുവാ അത് ഇങ്ങനെ 16 വയസ്സുള്ള ഒരു കൊച്ചെന്നും പറഞ്ഞ് അവിടെ പോലീസുകാരും നാട്ടുകാരും എല്ലാം കൂടിയിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചു നാട്ടുകാരോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലടി എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നാ എവിടെ ഉണ്ട് അവിടെ ഫോണിനകത്തോട്ട് ഞാൻ വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം അറിയുന്നു. എൻ്റെ മരുമോനുണ്ട്, മൂത്ത മരുമോനുണ്ട്, ഇവിടെയുള്ള സാറും അവര് റോഡെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. അത് പയ്യന്മാർ കല്ലെറിയുന്നു. ഞാൻ ചോദിച്ചു ഏത് പയ്യന്മാർ? ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ള എല്ലാ പയ്യന്മാരും ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നേരത്തെ ഇവിടുന്ന് പുറത്ത് പോകുമ്പോഴായിരുന്നു ചന്ദനമൊക്കെ ഇടുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ നോക്കാനും പോയിട്ടില്ല. ഞങ്ങൾ കൊച്ചിൻ്റെ ഒരു കാര്യങ്ങൾ വന്നാൽ ദൈവാനം നോക്കാനോ അല്ലെങ്കിൽ ഒരു നേരം എടുക്കാനോ ഒക്കെ ഞങ്ങൾ വേറെ പോയാ ചെയ്യും. ഞങ്ങൾ അങ്ങോട്ട് പുത്തു പോയി അവിടെ. നാട്ടിലുള്ളവർക്ക് ആർക്കും ഈ കാര്യത്തിൽ ആളെ വിശ്വാസം ഇല്ലെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത്. അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല, വിശ്വാസവും ഇല്ല, ഒന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അവരുടെ കാര്യം അവര് പരിസരവാസികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വാത ഒഴിപ്പായിരുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല.